ഞാൻ ഒന്ന് വീഡിയോ എടുത്തോട്ട് മാറി നിങ്ങൾ ഫുഡ് ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ്. അങ്ങനെ കുറേ നേരത്തെ പ്രയത്നത്തിന് ശേഷം രണ്ടുപേരെയും മാറ്റി നിർത്തി അറ്റ് ലാസ്റ്റ്. ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എഗ്ഷെൽ വെച്ചിട്ടുള്ള ക്രാഫ്റ്റാണ് ചെയ്യുന്നത്, എങ്കിലും അതിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്. നമ്മൾ എഗ്ഷെൽ വെച്ചിട്ട് ഇതുപോലെ കുറേ ക്രാഫ്റ്റുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെയ്തത് എല്ലാം ഫ്രൂട്ട്സ് ആണ്. ഡ്രാഗൺ ഫ്രൂട്ട്സ്, കിവി, വാട്ടർമെലൺ, പിന്നെ പൈനാപ്പിൾ, മാംഗോ, സ്റ്റാർ ഫ്രൂട്ട്, ഇത്രയും ഫ്രൂട്ട്സാണ് നമ്മൾ എഗ്ഷെല്ലിൽ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ചെയ്തിരിക്കുന്ന എല്ലാ ഫ്രൂട്ട്സിൻ്റെ ക്രാഫ്റ്റിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് വലിയ എഗ്ഷെല്ല് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത്തവണ ഞാൻ ചെയ്യാൻ പോകുന്നത് ചെറിയ മുട്ടയുടെ ഷെല്ല് വെച്ചിട്ടാണ് കേട്ടോ. അതായത് കാട മുട്ടയുടെ ഷെല്ല് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഇതിന് നമുക്കൊരു വൈറ്റ് ബേസ് കോട്ട് കൊടുത്തെടുക്കണം. കാരണം ഇതിൻ്റെ പുറത്ത് നല്ലതായിട്ട് പുള്ളിയും പോരൊക്കെ ഉള്ളതാണല്ലോ കാടമുട്ടയുടെ തോടെന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് മാറി കിട്ടാനായിട്ട് 2 or 3 ബേസ് കോട്ട് കൊടുത്ത് മാത്രമേ നമുക്കിതിനെ കറക്റ്റ് വൈറ്റ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ബേസ് കോട്ട് കൊടുത്തൊരു വെള്ള മുട്ടയുടെ തോടാക്കി എടുത്തതിന് ശേഷം അത് ഉണങ്ങിയിട്ട് നമ്മൾ അതിൻ്റെ പുറത്തേക്ക് റെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് റെഡാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ റെഡും ഉണങ്ങിയതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറത്തേക്ക് യെല്ലോ കളറിലുള്ള ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ അതിനെ ഈ ഒരു സ്ട്രോബെറിയുടെ ഷേപ്പ് അല്ലെങ്കിലും ആ ഒരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കളറിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു സ്ട്രോബെറി ആണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇനി ഒരു വൈറ്റ് പേപ്പറിനെ ഇതുപോലെ റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കുക. എത്ര സ്ട്രോബെറീസ് ചെയ്യുന്നുണ്ടോ അത്രയും ഇതുപോലെ റൗണ്ട് ഷേപ്പിന് വെട്ടി ചെയ്തെടുത്ത് ചെറിയ രീതിയിൽ ഇത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കണം. കാരണം അത് ഈ സ്ട്രോബെറിയുടെ മുകളിലുള്ള ഞെട്ടായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ആ മുട്ട പൊട്ടിച്ച അത്രയും ഭാഗം ഇതുപോലെ ഞെട്ട് പോലെ കവറായിട്ട് നിൽക്കണം. അങ്ങനത്തെ രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ ഈ കട്ട് ചെയ്തത് ഇത്തിരി വലുതായിപ്പോയി, അപ്പോൾ അതിനെ ഒന്ന് ചെറുതാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഫുള്ള് ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേയായിട്ട് അത് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. ഇനി അതിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു പേപ്പർ പീസിൻ്റെ 2 സൈഡിലും ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കൊരു വേസ്റ്റ് വയറാണ് വേണ്ടത് കേട്ടോ. കേബിൾ, നമ്മുടെ ചാർജർ കേബിളൊക്കെ ഉണ്ടല്ലോ ചീത്തയായ, അത് ഇതുപോലെ ചെറിയ ഒരു 10 സെൻറ്റിമീറ്റർ അളവിനൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ഞെട്ടിനകത്തേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിന് മുന്നേ ആയിട്ട് വയറിൻ്റെ അറ്റത്ത് കെട്ടിടണം കേട്ടോ, ഇല്ലെങ്കിൽ അത് ഊരിപ്പോരാനുള്ള സാധ്യതയുണ്ട്. ഇതാ ഈ ഒരു എഗ്ഷെല്ലിൻ്റെ പുറത്തേക്ക് ആ ഒരു പേപ്പറിനെ ഇതുപോലെ എടുത്തൊന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും അത് ഏകദേശം ഒരു സ്ട്രോബെറിയുടെ സ്ട്രക്ചറിലേക്ക് എത്തി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ സ്ട്രോബെറിയുടെയൊക്കെ അഗ്രഭാഗം വന്നിട്ട് ഒരു നീണ്ട സ്ട്രക്ചറാണ്. കറക്റ്റ് ഈ കാണുന്ന എഗ്ഷെല്ലിൽ പോലെ തന്നെ ഒരു ഉരുണ്ട ഷേപ്പിലല്ല ഇരിക്കുന്നത്. ഈ എഗ്ഗിൻ്റെ ഷേപ്പും കറക്റ്റ് ഉരുണ്ട ഷേപ്പ് അല്ലല്ലോ, ഒരു ഓവൽ ഷേപ്പാണ്. അപ്പോൾ എഗ്ഗ് പൊട്ടിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ നോക്കി പൊട്ടിക്കുവാണെങ്കിൽ പെയിൻറ്റ് ചെയ്ത് ഇതുപോലെ ക്രാഫ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും യഥാർത്ഥത്തിലൊരു സ്ട്രോബെറിയുടെ ഓൾമോസ്റ്റ് സ്ട്രക്ചറിൽ കിട്ടും കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ സ്ട്രോബെറിയുടെ ഫ്ലവർ ചെയ്തെടുക്കുവാണ്. ഇതുപോലെ ഒരു വേസ്റ്റ് ആയിട്ടുള്ള കേബിൾ എടുക്കുക. ആ കേബിളിൻ്റെ അഗ്രഭാഗം ഒന്ന് ഇതുപോലെ കെട്ടി വെച്ചതിന് ശേഷം ഒരു വൈറ്റ് കളർ പേപ്പർ എടുത്ത് ഇതുപോലെ ഇതളായിട്ട് ഒരു 5 ഇതൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ചെറിയ പൂവാണ് സ്ട്രോബെറിയുടേത്, അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി വേറെ നീളമുള്ളൊരു വൈറ്റ് പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ മറ്റു ഭാഗം ഇതുപോലെ സിഗ്സാഗ് മോഡലിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ നല്ല കംപ്ലീറ്റ് ആയിട്ട് യെല്ലോ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. ഈ യെല്ലോ കളർ ഈ പേപ്പറിൻ്റെ 2 സൈഡിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച കേബിളിലേക്ക് അതിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലെ ചുരുട്ടി വെച്ച് കൊടുക്കുക. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു 5 ഇതളുണ്ടല്ലോ വൈറ്റ് പേപ്പർ, അതെടുത്ത് ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒട്ടിച്ച് വെച്ച് കൊടുക്കുക. ഇത്രയും നീളമൊന്നും വേണ്ട കേട്ടോ ഇതളിന്. സ്ട്രോബെറിയുടെ പൂവ് കുറച്ചുകൂടെ ചെറുതാണ്, അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി കൊടുക്കുക. നേരത്തെ സ്ട്രോബെറിയുടെ ഞെട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെയാണ് പൂവിൻ്റെ ഞെട്ടും അതുപോലെ കട്ട് ചെയ്ത് നമ്മൾ ഗ്രീൻ കളർ കൊടുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഇതുപോലെ ഞെട്ടിൻ്റെ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നോർമലി സ്ട്രോബെറിയുടെ പൂവിൻ്റെ കളർ വൈറ്റ് ആണ്. ചില സമയത്ത് അതൊരു റെഡിഷ് കളറായിട്ടൊക്കെ വരാറുണ്ടെന്ന് കാണുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് ഇതളുകളുള്ള സ്ട്രോബെറിയുടെ പൂവാണ് കേട്ടോ ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ 2 ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയാണ് ആവശ്യം. അതിന് വേണ്ടി ഇതുപോലെ കട്ടിയുള്ള ഒരു പേപ്പർ എടുത്തു. ഈ ഒരു പേപ്പറിൽ നിന്ന് 2 ഇല ചെയ്തെടുക്കാനായിട്ട് പേപ്പറിൻ്റെ 2ആയിട്ട് മടക്കി ഇതുപോലെ സ്ട്രോബെറിയുടെ ഇലയുടെ രീതിയിൽ ഇങ്ങനൊന്ന് വരച്ചു കൊടുത്തു. ഇനി അതിനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്.
സത്യത്തിൽ എനിക്ക് നോർമലി ഈ സ്ട്രോബെറിയുടെ ചെടിയെ പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഗൂഗിളിൽ തപ്പിയിട്ടാണ് കേട്ടോ സ്ട്രോബെറിയുടെ ചെടി എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് അതിൻ്റെ ഇലയും പൂവും ഒക്കെ ചെയ്തെടുത്തത്. സ്ട്രോബെറി ഒറിജിനലായിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ചെടിയോ അതിൻ്റെ ഇലയുടെ ആകൃതിയോ ഒന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ഇലയുടെയും പൂവിൻ്റെയും സ്ട്രോബെറിയുടെയൊക്കെ തണ്ടിന് നല്ല നീളമുണ്ടെന്ന് മനസ്സിലായത്. ഇത്രയും ചെയ്തെടുത്തപ്പോൾ തന്നെ എൻ്റെ ഹാളും എൻ്റെ ടേബിളും എല്ലാം ഇത്ര മാത്രം അലങ്കോലമായിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ 2 മക്കളും കുറേ കുപ്പിയും ചിരട്ടയും പേപ്പറുകളും പറക്കിക്കൊണ്ട് പെയിൻറ്റുമായിട്ട് ഇറങ്ങിക്കോളും എൻ്റെ കൂടെ ചെയ്യാനായിട്ട്. ഇതിൻ്റെ പേരിൽ ഇടയ്ക്ക് തല്ലുപിടിയും വഴക്കൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒരു സന്തോഷമാണ് അവർ കൂടെ കൂടുന്നത്. ആ ഒരു ബ്ലാക്ക് കളർ വയറിനെ കവർ ചെയ്തുകൊണ്ട് വൈറ്റ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ഞെട്ടിന് ഗ്രീൻ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു വയറിൻ്റെ പുറത്ത് ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ അതിരിക്കില്ല, അത് പിടിക്കുമ്പോഴൊക്കെ നമ്മുടെ കയ്യിലിങ്ങ് പോരും. വൈറ്റ് പേപ്പർ കൊണ്ട് കവർ ചെയ്തതിന് ശേഷം അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ പേപ്പർ ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും വരില്ല. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം 4 സ്ട്രോബെറിയും 2 സ്ട്രോബെറിയുടെ ഫ്ലവറും 3 ഇലയും ഒക്കെ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇതിനെ ഇങ്ങനെ തന്നെ അങ്ങ് വെക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഒന്നിൽ ഇതിനെ കൂട്ടിക്കെട്ടി വെക്കണം, അല്ലെങ്കിൽ ഇതിനൊരു ഫ്ലവർ വേസിനകത്ത് ഇട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എഗ് ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും ഫ്ലവർ വേസ് എഗ് ഷെല്ലിൽ തന്നെ ചെയ്യാം എന്നാണ് എൻ്റെ തീരുമാനം. അതിനുവേണ്ടി ഞാൻ ഒരു എഗ് ഷെൽ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലെ ഒരു കുപ്പിയുടെ അടപ്പെടുത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു എഗ് ഒരു ഫ്ലവർ വേസിൻ്റെ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാനായിട്ട് ആദ്യം കുറച്ച് ക്ലേ എടുത്തു. അതിനുശേഷം നമ്മൾ അതിൻ്റെ നീളത്തിൽ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ എഗ് വട്ടത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ക്ലേ ഇതുപോലെ ഷെല്ലുമായിട്ട് തേച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഒട്ടിച്ച് വെക്കുക കേട്ടോ. ഇപ്പോൾ ഇതൊരു കുഞ്ഞ് ഫ്ലവർ വേസിൻ്റെ മോഡലിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ടിഷ്യൂ പേപ്പർ കവർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുത്തു. ഒരു ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് കുറച്ച് ഫെവിക്കോൾ മിക്സ് ചെയ്തതിന് ശേഷം ടിഷ്യൂ പേപ്പറിനെ ചെറുതായിട്ട് കുറേശ്ശെ കീറി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച എഗ് പുറത്തേക്ക് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാൻ ഇവിടെ ബ്ലാക്ക് കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ബ്ലാക്ക് കളറിൻ്റെ പുറത്തേക്ക് ഒരു ഗോൾഡൻ മെറ്റാലിക് കളർ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ആൻറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു ഗോൾഡൻ മെറ്റാലിക് കളർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു സ്ട്രക്ചറിലാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ഈ ഫ്ലവർ വേസിന് കുറച്ച് വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് മണ്ണ് നിറച്ച് കൊടുക്കാൻ പോവുകയാണ്. കാരണം ഇതിൻ്റെ മുകളിൽ ഈ ഇലയും പൂവും കായും ഒക്കെ കൂടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു പാവം എഗ് മറിഞ്ഞു വിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് മണ്ണ് നിറച്ച് കൊടുത്തു. അതിനുശേഷം എല്ലാ സാധനങ്ങളും പറക്കി അതിലേക്ക് കുത്തി വെച്ച് കൊടുത്തു. പക്ഷേ ഇത് ഇരിക്കണം എന്നില്ല, കാരണം ഇതിൻ്റെ അടിയിലുള്ള അടപ്പ് അത്ര സേഫായിട്ട് ഇരിക്കുന്നൊരു സാധനമല്ല, മറിഞ്ഞു വീണ് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു വലിയ അടപ്പെടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് ഞാൻ ഇതുപോലെ ഫ്ലെക്സി ക്യൂക്ക് പോലെ നല്ലൊരു ഗം വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എഗ് ആർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.